വിശുദ്ധ യൂദാ തദേവുസ്. യൂദാസ്കറിയാത്തയുമായി തെറ്റിദ്ധരിക്കാതിരിക്കാൻ ഈ അപ്പോസ്തലനെ യൂദാ തദേവുസ് എന്നാണ് വിളിക്കാറ്. ചെറിയ യാക്കോബിൻ്റെ സഹോദരനാണ് യൂദാ. മറ്റു സഹോദരന്മാരാണ് ജെറുസലേമിലെ ശെമയോനും ജോസഫും. ഇവർ 4 പേരെയാണ് യേശുവിൻ്റെ സഹോദരന്മാരെന്ന പദം കൊണ്ട് സുവിശേഷകർ വിവക്ഷിക്കാറുള്ളത്. ദൈവമാതാവിൻ്റെ സഹോദരിയായ മേരിയുടെയും ക്ലെയോഫസിൻ്റെയും മക്കളാണിവർ. അപ്പോസ്തല സ്ഥാനത്തേക്കുള്ള വെല്ലുവിളി സുവിശേഷങ്ങളിൽ വിവരിച്ചിട്ടില്ല. തന്നെ സ്നേഹിക്കുന്നവർക്ക് തന്നെ വെളിപ്പെടുത്തി കൊടുക്കണമെന്ന് ഈശോ പറഞ്ഞപ്പോൾ യൂദാ ചോദിച്ചു, എന്താണ് അങ്ങ് ലോകത്തിന് സ്വയം വെളിപ്പെടുത്താത്തത്? രക്ഷകന്റെ രാജ്യം ലൗകികമായിരിക്കുമെന്നായിരുന്നു യൂദായുടെ വിചാരം. ലോകം അതിന് യോഗ്യമല്ലെന്നായിരുന്നു ദിവ്യഗുരുവിൻ്റെ മറുപടി. വിശുദ്ധ യൂദാ സമരിയ, യൂദയ, ഇദ്മയ, സിറിയ, ലിബിയ, മെസൊപ്പൊട്ടേമിയ എന്നീ സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ചു. ചെറിയ യാക്കോബിൻ്റെ രക്തസാക്ഷിത്വത്തിനു ശേഷം 62-ൽ തിരിച്ചുവന്ന് സ്വസഹോദരൻ ശെമയോൻ്റെ തിരഞ്ഞെടുപ്പിൽ പങ്കെടുത്തു. സകല പൗരസ്ത്യ സഭകളെയും അഭിവാദനം ചെയ്ത് അദ്ദേഹം ഒരു ലേഖനമെഴുതി. അവിടങ്ങളിലാണല്ലോ അദ്ദേഹം അധ്വാനിച്ചത്. പാഷണ്ഡികളെ മാർഗഭ്രംശം വന്ന നക്ഷത്രങ്ങളെന്ന് യൂദാ വിളിക്കുന്നു. അഹങ്കാരവും അസൂയവും ജഡികമോഹങ്ങളുമാണ് അവരുടെ അധപതനത്തിന് കാരണമെന്ന് അദ്ദേഹം കരുതുന്നു. അധപതിച്ചവരോട് അനുകമ്പാപൂർവം വ്യാപരിക്കാൻ ശ്ലീഹ ഉപദേശിക്കുന്നു. പേർഷ്യയിലെ ബെയ്റൂട്ടിലാണ് യൂദായുടെ രക്തസാക്ഷിത്വം. കുരിശിൽ ചേർത്തു കെട്ടിയ ശേഷം അസ്ത്രമയച്ചു കൊല്ലുകയാണു ചെയ്തതെന്ന്. യൂദായെ അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായി ആധുനിക ലോകം സമാദരിക്കുന്നുണ്ട്.